ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. തമ്പനെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഏതാണെന്ന് മനസ്സിലായി കാണും. ഫോസ്റ്റലിന്റെ ഗോൾഡൻ ഹവർ ഗ്ലോ സൺസ്ക്രീനിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് വന്ന് ന്യൂജൻ UV ഫിൽറ്റേഴ്സ് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഇതിന് SPF 50 ഉണ്ട്, PA4+ ആണ് കേട്ടോ. ഇത് ഇവര് പറയുന്നത് പ്രിവെന്റ് ടാൻ ആൻഡ് ബൂസ്റ്റ് ഗ്ലോ. പിന്നെ ഇതിന്റെ കീ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് വിറ്റാമിൻ സി ആൻഡ് നിയാസിനമൈഡ് ഒക്കെയാണ് കേട്ടോ. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാം. ഇതിന്റെ 50 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. 50 ml 349 രൂപയാണ് പ്രൈസ് വരുന്നത്. ഞാൻ വാങ്ങിയത് ഓഫറിൽ 267 രൂപയ്ക്കാണ് കേട്ടോ. ഈ സൺസ്ക്രീൻ വന്നിട്ട് ഹൈ ലെവൽ UVB പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഒരു 95% UVA റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കീ ഇൻഗ്രീഡിയൻസ് വന്ന് നിയാസിനമൈഡും വിറ്റാമിൻ സി ആണെന്ന് പറഞ്ഞല്ലോ. നിയാസിനമൈഡ് വന്നിട്ട് നമ്മുടെ ഓയിലിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കും. പിന്നെ വിറ്റാമിൻ സി വന്ന് സ്കിന്നിലെ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാനും ഒന്ന് ബ്രൈറ്റൻ ആക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു കെമിക്കൽ സൺസ്ക്രീൻ ആണ്, ഫിസിക്കൽ സൺസ്ക്രീൻ അല്ല കേട്ടോ. ഇവര് പറയുന്നത് 2 ഫിംഗർ റൂളിൽ അപ്ലൈ ചെയ്യണമെന്നാണ്. പിന്നെ റീഅപ്ലൈ എന്ന് പറയുന്നത് 2 മണിക്കൂർ കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്തിരിക്കണം, അങ്ങനെയാണ് ഇവര് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പാരബൻ ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, വീഗൻ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. ആദ്യം തന്നെ പറയട്ടെ, ഇതിന് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. ആദ്യം നമുക്ക് ഇതിന്റെ പോസിറ്റീവ്സ് നോക്കാം, അത് കഴിഞ്ഞ് നെഗറ്റീവിലേക്ക് പോകാം. ഇതിന്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ഈസിലി നമുക്ക് ബ്ലെൻഡ് ആയി കിട്ടും. അതുപോലെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല. പിന്നെ ഇവര് ഇതിൽ പറയുന്ന ഗ്ലോ ഉണ്ടെന്നാണ്. അതുപോലെ ഒരു ചെറിയ ഗ്ലോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കുണ്ട് കേട്ടോ. ഒരു കൊറിയൻ ഗ്ലോ ഒന്നുമില്ല. എല്ലാവരും വീഡിയോയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കൊറിയൻ ഗ്ലോ ഉണ്ടെന്നൊക്കെ. പക്ഷെ കൊറിയൻ ഗ്ലോ ഒന്നുമില്ല, ചെറുതായിട്ടൊരു ഗ്ലോ ഉണ്ട് കേട്ടോ. പിന്നെ അപ്ലൈ ചെയ്യാനൊക്കെ ഈസിയാണ്. ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് ഒക്കെയാണ്, നമുക്ക് ഇട്ടിട്ടുണ്ടെന്നൊന്നും തോന്നൂല. അങ്ങനെ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത്. ഇനി എനിക്കിതെങ്ങനെയാ വർക്കായെന്ന് ഞാൻ പറയാം. ഞാൻ ഇത് എല്ലാവരുടെയും റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. എല്ലാവരും മിക്ക എല്ലാ വീഡിയോസിലും തന്നെ ഞാൻ അങ്ങനെ നെഗറ്റീവ് ഒന്നും ഇതിനെക്കുറിച്ച് അധികം കണ്ടിട്ടില്ല, പോസിറ്റീവ്സ് ഒക്കെയാണ് കണ്ടേക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാം അങ്ങനെ കണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. എൻ്റെ വീഡിയോ കാണുന്നവരാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അറിയാത്തവർക്ക് വേണ്ടി പറയാണ് കേട്ടോ. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ടു മോർ ഓയിലി ആണ്. ഇപ്പൊ സമ്മർ ആണല്ലോ, അതുകൊണ്ട് ഇച്ചിരി നല്ല രീതിയിൽ ഓയിലിയാണ് കേട്ടോ. വിന്ററിലേക്കൊക്കെ പോകുമ്പോൾ ഇച്ചിരി കോമ്പിനേഷൻ ടു മോർ ഡ്രൈ ആയിരിക്കും. ഇപ്പോഴത്തെ കറന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ മോർ ഓയിലി ആണ്. അപ്പൊ ഞാൻ ഇത് വാങ്ങി ഏത് പ്രൊഡക്റ്റ് ഞാൻ വാങ്ങുമ്പോഴത്തേക്കും റിവ്യൂ ഒക്കെ കണ്ടാലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വാങ്ങി 2 ദിവസം പാച്ച് ടെസ്റ്റ് ചെയ്തു. പാച്ച് ടെസ്റ്റ് ചെയ്തപ്പോഴൊന്നും എനിക്ക് അലർജി പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് 2 ദിവസം പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്തു. ഇത് ഞാൻ ആകെക്കൂടി ഇത് മൊത്തത്തിൽ ഉപയോഗിച്ചേക്കുന്നത് ഒരു 50 ഡേയ്സ് ഒക്കെയോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അധികമൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് കണ്ടോ, വാങ്ങിയൊക്കെ പോലെ തന്നെ ഇരിപ്പുണ്ട്. ഒരു 50 ഡേയ്സ് ഒന്നും പറയാനൊക്കത്തില്ല, ഒരു 12-13 ദിവസം അത്രയൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യമൊക്കെ ഞാൻ ഇത് വീട്ടിൽ ഇരിക്കുമ്പോഴാണ് അപ്ലൈ ചെയ്തത്. ആദ്യമൊക്കെ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിമ്പിൾ വരാൻ തുടങ്ങി. പിമ്പിൾ എന്ന് പറയാനൊക്കത്തില്ല, ചെറിയ റെഡ് കളർ ബംസ് ചെറിയതായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം ചില പ്രൊഡക്റ്റ് ഒക്കെ ആദ്യമായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 1 വീക്കൊക്കെ നമുക്ക് ഇതുപോലെ തരി പിമ്പിളോ ഇങ്ങനെ ചെറിയ ബംസ് ഒക്കെ വരാറുണ്ട്. അത് നമ്മുടെ സ്കിന്നുമായിട്ട് യോജിച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് ആ ഇഷ്യൂ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊരു 1 വീക്ക് തുടർന്ന് ഇത് യൂസ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോഴെല്ലാം ഞാൻ ഇന്ന് യൂസ് ചെയ്ത പിറ്റേന്ന് എനിക്ക് ഇങ്ങനെ ബംസ് വരുന്നുണ്ട്. അത് മാത്രമല്ല, എൻ്റെ ഈ ഭാഗമാണ് കൂടുതൽ ഓയിലി ആയിട്ടുള്ളത്, ഇവിടെ ഡ്രൈ ആണ്. അപ്പൊ ഈ ഓയിലി ആയിട്ടുള്ള ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് ഗ്രീസി ആയിട്ട് ഇങ്ങനെ എണ്ണമെഴുക്ക് പോലെ ഭയങ്കരമായിട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടായി കേട്ടോ. എന്നാലും ഞാനിത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഇത് യൂസ് ചെയ്യുമ്പോഴൊക്കെ ഈ റെഡ് കളർ പംസ് എനിക്ക് ഫേസിൽ വരാൻ തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ഇതിട്ടുണ്ട് പുറത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫേസ് അങ്ങ് ആകെ ഡാർക്കായി, നല്ല രീതിയിൽ ഡാർക്കായി, ടാൻ അടിച്ച് ഒരു പരുവായെന്ന് തന്നെ പറയാം. അങ്ങനെ അപ്പൊ ഞാൻ ഓർത്തു, ഇപ്രാവശ്യത്തെ സമ്മർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നല്ല രീതിയിൽ ചൂടൊക്കെ ആയിരുന്നു. ഭയങ്കര നമുക്ക് സൺടാനൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഒരുപാട് പേർക്ക് സൂര്യാഘാതമൊക്കെ ഒരുപാട് ഏറ്റിട്ടുള്ള ഒരു സമ്മർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ
ഞാൻ നല്ല രീതിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തൊക്കെയാണ് പുറത്തിറങ്ങിയത്. എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ ഫേസ് ഒക്കെ അങ്ങ് ഡാർക്കായി. അപ്പൊ ഞാൻ ഇത് കാര്യമാക്കില്ല, ചിലപ്പം സൺടാൻ എന്തെങ്കിലും ഏറ്റതായിരിക്കും എന്നൊക്കെ ഓർത്ത് ഞാൻ വന്നു. അത് കഴിഞ്ഞ് ഞാനൊരു പിന്നെ 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ സൺടാനൊക്കെ അങ്ങ് മാറി കേട്ടോ. അപ്പൊ ഞാൻ കരുതി ആദ്യം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോയോണ്ട് ചിലപ്പം എനിക്ക് അങ്ങനെങ്കിലും ആയിരിക്കും, എന്നാ ഒന്നുകൂടെ ഒന്ന് ഇട്ട് നോക്കാമെന്ന് ഓർത്ത് ഒരു പ്രാവശ്യം കൂടെ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് പുറത്തിറങ്ങി നോക്കി. അപ്പോഴും എനിക്ക് ഇത് സെയിം സിറ്റുവേഷൻ തന്നെ, ഫേസ് ഒക്കെ അങ്ങ് ഡാർക്കായി. അകത്തിരിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഈ റെഡ് ബംസിന്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. പുറത്തിറങ്ങിയപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഫേസ് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാർക്കായിട്ട് പിന്നെ ടാൻ അടിച്ച് അങ്ങനെ തന്നെ എനിക്ക് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാനിത് പിന്നെ സ്റ്റോപ്പ് ചെയ്തു. ഈ 1 വീക്ക് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് റെഡ് ബംസ് വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഓർത്തു ഒരു 1 വീക്ക് കഴിയുമ്പോൾ ഇത് മാറുമായിരിക്കും എന്ന് ഓർത്തു. ഇങ്ങനെ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്യും തോറും പിന്നെ ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ എന്നെ ചെയ്തു, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അപ്ലൈ ചെയ്ത് നോക്കി. അപ്പൊ ഇത് ഉപയോഗിക്കാത്ത ദിവസം എനിക്ക് ഈ ബംസ് വരുന്നില്ല, ഉപയോഗിക്കുന്ന ദിവസം മാത്രമാണ് ഈ ബംസ് വരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന്റെ തന്നെ ഇതായിട്ട് തന്നെ എനിക്കത് വരുന്നതെന്ന്. അതും അധികം വരുന്നതൊക്കെ ഈ ഓയിലി ആയിട്ട് ഗ്രീസി ആയിട്ട് നിൽക്കുന്ന ഈ ഭാഗത്തൊന്നും അങ്ങനെയില്ല. ഈ ഗ്രീസി ആയിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഭാഗങ്ങളിലാട്ടോ അധികവും വരുന്നത്. ഡ്രൈ സ്കിന്നിന് ചിലപ്പോൾ പറ്റുമായിരിക്കും കേട്ടോ, കാരണം ഡ്രൈ സ്കിന്ന് അധികം ഓയിലി ആക്കാത്തതുകൊണ്ട് തന്നെ ഡ്രൈ ടു നോർമൽ സ്കിന്നിനൊക്കെ ഇത് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫേസ് ഡാർക്ക് ആകുന്ന ഇഷ്യൂ ആർക്കൊക്കെ ഉണ്ടാവും എനിക്കറിയത്തില്ല, അത് നോക്കി നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ സ്കിന്ന് ഓയിലും കൂടെ ആയതുകൊണ്ട് ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് എനിക്ക് ഓയിലി ആയിട്ട് ഗ്രീസി ആയിട്ട് എണ്ണ നമ്മൾ തേക്കിയാല് അതുപോലെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് എനിക്ക് വരുന്നത്. അപ്പൊ ഞാൻ അത് ഇട്ടപ്പോൾ ഉള്ള വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അപ്പൊ നിങ്ങളെ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ കൂടുതലായിട്ട് അത് മനസ്സിലാവും. കണ്ടോ എൻ്റെ ഫേസ് ഇപ്പം നല്ല രീതിയിൽ ടാനായിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങിയതാ, വിട്ടുകൊണ്ട് പുറത്തിറങ്ങും. ഇതുണ്ടോ, ഇതെല്ലാം നല്ല രീതിയിൽ ഒലിച്ചിറങ്ങണം. എന്നിട്ട് ഇവിടൊക്കെ ഇങ്ങനെ ഇവിടൊക്കെ നല്ല രീതിയിൽ ടാനും അടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിന്നാണ് ഇത്രയും മാത്രം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഇഷ്യൂ ഉണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ ഓയിലി സ്കിൻ ആയതുകൊണ്ടായിരിക്കും, പക്ഷെ നല്ലത് ടാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഫേസിൽ വന്ന ബംസ് കാണിച്ചു തരാം കേട്ടോ. പിമ്പിളായിട്ടല്ല, ചെറിയ തരിയായിട്ട് ബംസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ചെറുതായിട്ട് പൊങ്ങി ഇതാ ഈ മൂക്കിൻ്റെ ഇവിടെ, അത് ഇന്ന് വന്നാണ് കേട്ടോ. പിന്നെ ഇതും ഇതാ ഇന്ന് വന്നാണ്. ഇത് ഇന്നലെ വന്നിട്ട് ചുങ്ങിക്കൊണ്ടിരിക്കണതാണ്. പിന്നെ ഇതാ ഇവിടെ ഉണ്ട്, അതും ഇന്നലെ വന്നാണ് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ബംസ് മുഖത്ത് വരുന്നു. പിമ്പിളായിട്ടല്ല, ഇങ്ങനെ ചെറിയ ബംസ് അങ്ങനെ വരിക. ഇന്ന് വരും, നാളെ ഇത് ചുങ്ങും. പിന്നെ റിപ്പീറ്റ് നമ്മൾ സൺസ്ക്രീൻ ഇത് തന്നെ ഇടുമ്പോൾ വീണ്ടും വരും കേട്ടോ. അപ്പോൾ ഇന്നലെ ഒക്കെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പം അങ്ങനെ ഓരോന്ന് വരുന്നു. ഞാൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി റിപ്പീറ്റ് ഇട്ട് നോക്കിയതാണ് കേട്ടോ. ഗ്രീസി ആയിട്ട് റെഡ് ബംസ് അവിടെ ഇവിടെയും വരുന്നുണ്ട്. ഇപ്പൊ ഇല്ല, ഞാൻ ഇത് നിർത്തിയിട്ട് കുറച്ച് ദിവസം അധികമായി. അപ്പൊ ഇതിങ്ങനെ വരുന്നുണ്ട്. അത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എനിക്കിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതുമല്ല, ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ സാധാരണ എപ്പോഴും യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും ഇതിന്റെ കൂടെ അപ്ലൈ ചെയ്യാൻ നിന്നില്ല, കാരണം ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന എനിക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഡോക്ടർ വിഷയത്തിന്റെ മോയ്സ്ചറൈസർ മാത്രമേ ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇതിന്റെ കൂടെ വേറെ പ്രൊഡക്റ്റ് ഒന്നും യൂസ് ആക്കാതിരുന്നത് തന്നെ ഇതിന്റെ എങ്ങനെയാണ് ഇത് വർക്കാകുന്നതെന്ന് അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേറൊരു പ്രൊഡക്റ്റും ഉപയോഗിക്കാതെ ഞാൻ സ്ഥിരമായിട്ടും യൂസ് ചെയ്യുന്ന ഡോക്ടർ വിഷയത്തിന്റെ മോയ്സ്ചറൈസർ മാത്രം ഞാൻ യൂസ് ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പൊ എനിക്കിങ്ങനെയാണ് ഉണ്ടായത് കേട്ടോ. പിന്നെ എനിക്കിത് ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് ഇങ്ങനെ ആകണമെന്നില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഞാൻ റിവ്യൂ നോക്കിയപ്പോൾ എല്ലാവരും തന്നെ നല്ലതാട്ടോ പറഞ്ഞു. അങ്ങനെ നെഗറ്റീവ് റിവ്യൂ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണല്ലോ വാങ്ങിയത്. അപ്പം ഓരോ സ്കിൻ ടൈപ്പും ഡിഫറൻസ് ആണ്. ഇപ്പൊ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞാൽ തന്നെയും പലർക്കും പല സെൻസിറ്റീവും കാര്യങ്ങളും പല ഇതുണ്ട്. എന്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പിമ്പിളും കുരുവൊന്നും വരുന്ന ആളല്ല. പീരിയഡ് ടൈമിൽ മാത്രം ഒരു പിമ്പിള് വന്നാലായി, അങ്ങനെയുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് വരുന്നതെന്ന് വെച്ചാൽ അങ്ങനെ പ്രൊഡക്ട്സിനൊന്നും എനിക്ക് അധികം റിയാക്ഷനും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല, അധികം സെൻസിറ്റീവ് ഒന്നും അല്ല. ഇപ്പോഴത്തെ എന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ആയിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ അധികം സെൻസിറ്റീവ് ഒന്നും അല്ല എന്റെ ഫേസ്. മിക്ക പ്രൊഡക്റ്റും എന്റെ ഫേസിൽ പോകുന്ന കേട്ടോ. കോമ്പിനേഷൻ സ്കിന്ന്, ഓയിലി സ്കിന്നിനൊക്കെ പറ്റുന്ന പ്രൊഡക്ട്സുകളും ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുന്ന പ്രൊഡക്റ്റുകളൊക്കെ എന്റെ സ്കിന്നിൽ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ വലിയ റിയാക്ഷൻസ് ഒന്നും ഉണ്ടാക്കാറില്ല. അങ്ങനെ എന്റെ സ്കിന്ന് സെൻസിറ്റീവ് ഒന്നുമല്ല, നേരത്തെ ആയിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ സെൻസിറ്റീവ് ഒന്നുമല്ല, കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്ന ഒരു സ്കിന്നാണ് കേട്ടോ എൻ്റെത്. പക്ഷെ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടായത്. എനിക്കിങ്ങനെ വന്നെന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് അങ്ങനെ ആകണമെന്നില്ല. ഓരോ സ്കിൻ ടൈപ്പും ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ
കോമ്പിനേഷൻ സ്കിന്നാണ് നമ്മൾ രണ്ടെന്ന് പറഞ്ഞാലും ആ സ്കിൻ ടൈപ്പിൽ തന്നെ കണ്ടീഷൻസ് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് വർക്കാകാത്ത പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വർക്കായെന്നിരിക്കും. അപ്പം നമ്മുടെ എല്ലാം സ്കിൻ ടൈപ്പ് കോമ്പിനേഷൻ ആണ്, ഓയിലി ആണ്, അങ്ങനെ ഒരുപോലെ ആണെന്ന് പറഞ്ഞാലും സ്കിൻ കണ്ടീഷനൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ക്ലൈമറ്റിൻ്റെ ചേഞ്ചും കാര്യങ്ങളും നമ്മൾ നിൽക്കുന്ന ഏരിയ ഒക്കെ അനുസരിച്ച് സ്കിൻ ടൈപ്പിന് മാറ്റങ്ങൾ വരാം. ഇന്നുള്ള സ്കിൻ ടൈപ്പ് ആയിരിക്കത്തില്ല നമ്മുടെ നാളെ. എനിക്ക് അങ്ങനെ മാറി മാറി എൻ്റെ സ്കിൻ ടൈപ്പ് മാറാറുണ്ട് കേട്ടോ. ചില സമയം വിൻ്ററിലൊക്കെ നല്ല രീതിയിൽ ട്രൈ ആകും, ഇവിടെയൊക്കെ പാച്ചിയായിട്ടൊക്കെ വരും, അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചും ഏരിയയ്ക്ക് അനുസരിച്ചും എല്ലാം നമ്മുടെ സ്കിൻ ടൈപ്പ് മാറാറുണ്ട്. പിന്നെ ചില പ്രൊഡക്റ്റുകൾ എല്ലാവർക്കും ഒന്നും യോജിച്ച് പോകണമെന്നില്ല, അങ്ങനെയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്കെന്തോ ഈ പ്രൊഡക്റ്റ് വർക്കായില്ല കേട്ടോ. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു കെമിക്കൽ സൺസ്ക്രീൻ ആണ്, ഫിസിക്കൽ സൺസ്ക്രീൻ അല്ല. ചിലർക്ക് കെമിക്കൽ സൺസ്ക്രീന് അലർജി ഉണ്ടാക്കുമെന്ന് ഞാനിത് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അറിഞ്ഞ അറിവാണ് കേട്ടോ. ചിലർക്ക് കെമിക്കൽ സൺസ്ക്രീന് പറ്റുകയില്ല, ഫേസൊക്കെ ഡാർക്ക് ആവുമെന്ന് ഞാൻ കണ്ടു കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് കെമിക്കൽ സൺസ്ക്രീന് അലർജി ഉണ്ടാക്കുന്നവരാണ്, അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങളിത് വാങ്ങിച്ച് നല്ല രീതിയിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടും അത് നല്ല രീതിയിൽ നോക്കി കണ്ടൊക്കെ ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവർക്കും ഇത് വർക്കായിട്ടുണ്ടെന്നാണ് കണ്ടത്, പക്ഷേ എൻ്റെ അനുഭവം ഇതാണ് കേട്ടോ, എനിക്കിത് വർക്കായില്ല. മാക്സിമം ഞാനൊരു 50 ഡേയ്സ് ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെയൊക്കെയാണെന്ന് കണ്ടപ്പോൾ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെ പിമ്പിളും കാര്യങ്ങളും കുരുവൊന്നും എൻ്റെ ഫേസിൽ അധികം ഇല്ല. ഓപ്പൺ പോർസ് ഉണ്ട്, അല്ലാതെ പിമ്പിൾ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഇനി ഇതിപ്പോൾ ഇത് ബോഡിയിൽ അപ്ലൈ ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഇത് ഡ്രൈ സ്കിന്നിനൊക്കെ വർക്ക് ആവുമായിരിക്കും. ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ ഓയിൽ സ്കിന്നുകാർക്കും അങ്ങനെ പ്രശ്നങ്ങളുള്ള ഇതായിട്ടൊന്നും കണ്ടില്ല. മിക്കവരും ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാമെന്നാണ് ഇത് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാ സ്കിൻ ടൈപ്പും ഒരുപോലല്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷെ എനിക്കിത് വർക്കായില്ല. എൻ്റെ അനുഭവം ഇത് യൂസ് ചെയ്തിട്ട് ഇതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളും കാണിച്ചു തരാം. എന്തായാലും കുഴപ്പമൊന്നുമില്ലാത്തവർ വാങ്ങിച്ച് യൂസ് ആക്കി നോക്കിയോളൂ. ഇത് വന്ന് ഇങ്ങനൊരു ക്രീമി ടെക്സ്ചറാണ്. ഇത് കണ്ട, ഇങ്ങനെ ബ്ലെൻഡ് ആക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ ഈസിലി ബ്ലെൻഡ് ആവും. വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഇച്ചിരി എടുത്തപ്പോൾ അധികമായിപ്പോയി കേട്ടോ. ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അപ്പം തന്നെ വാഷ് ചെയ്ത് കളയും കേട്ടോ. എനിക്കിത് കാരണം പിടിക്കുകയല്ല, അതുകൊണ്ട് അപ്പം തന്നെ ഞാൻ വാഷ് ചെയ്ത് കളയും. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഞാനിത് ഇവിടെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കേ. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്ലോ, കൊറിയൻ ഗ്ലോ ഒന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ടൊരു ഗ്ലോ ഉണ്ട് കണ്ടോ, ചെറുതായിട്ടൊരു ഗ്ലോ ഒക്കെ ഉണ്ട്. കൊറിയൻ ഗ്ലോ ഒന്നുമില്ല, സാധാ ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ട് കേട്ടോ. പിന്നെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിത് മാക്സിമം ഒരു 15 ദിവസമല്ലേ യൂസ് ആക്കിയുള്ളൂ. ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ റിവ്യൂ ഇതാണ് കേട്ടോ. ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. പ്രൈസ് ഇത് വളരെ അഫോർഡബിൾ ആണ് കേട്ടോ. ഈ പ്രൈസിൽ ഒരു സൺസ്ക്രീൻ കിട്ടുക എന്ന് വെച്ചാൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ചേരുമെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. കാരണം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് ഈ സൺസ്ക്രീൻ വരുന്നത്. 276 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഫോസ്റ്ററിൻ്റെ ഒക്കെ വെബ്സൈറ്റിൽ കോംബോ ഓഫറൊക്കെ ആകുമ്പോൾ ഇതിലും പ്രൈസ് കുറഞ്ഞ് നമുക്ക് ഈ സൺസ്ക്രീൻ കിട്ടാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീൻ ആണ്. പക്ഷേ എനിക്ക് വർക്കായില്ല, അത്രയേ ഉള്ളൂ. പ്രൊഡക്റ്റ് എന്തായാലും ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഇതൊക്കെയാണ് ഫോസ്റ്റേലിന്റെ ഗ്ലോ സൺസ്ക്രീനെ കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. എൻ്റെ ഈ റിവ്യൂ കാണുന്നവരാർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എനിക്കും അറിയാൻ സാധിക്കും, എൻ്റെ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അത് അറിയാൻ സാധിക്കും, ഏതൊക്കെ സ്കിൻ ടൈപ്പിന് എങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ആകുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉപയോഗിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പും കൂടെ ഇവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് വർക്കായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അത് എനിക്കും മറ്റുള്ളവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കുമേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇപ്പോൾ പുതിയൊരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ഹൈപ്പിലും കൂടെ ഒന്ന് ടച്ച് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.